ആരാടാ പറഞ്ഞത് മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ റൊമാൻറ്റിക് അറിയില്ലെന്ന്? മമ്മൂട്ടി എപ്പോഴും റൊമാൻറ്റിക് സിനിമ അങ്ങനെ അഭിനയിക്കാറില്ല. അഭിനയിക്കുന്ന സിനിമയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് പ്രത്യേകിച്ച് എനിക്ക് മലയാള സിനിമേനേക്കാളും ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുള്ളിയുടെ തമിഴ് സിനിമത്തെയാണ്. മറ്റേ കണ്ടേ കൊണ്ടേ എന്ന് പറഞ്ഞ സിനിമ. അയ്യോ, ആ ഒരു സിനിമയിൽ മമ്മൂട്ടി റൊമാൻറ്റിക് അത് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരു സിനിമ ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് ആ സിനിമത്തെ പാട്ടുകളായാലും എന്ത് അജിത്തുമായിട്ടുള്ള ഒരു മമ്മൂട്ടിയുടെ അതൊക്കെ മൊത്തം കിടിലനാണ്. അതിൽ മമ്മൂട്ടിയുടെ ആ റൊമാൻറ്റിക് മമ്മൂട്ടിയുടെ റൊമാൻറ്റിക് നല്ലോണം ചെയ്യാൻ പറ്റുന്നത് മോഹൻലാലാണ്. പക്ഷേ ചില സിനിമയിൽ ചെയ്ത് റൊമാൻറ്റിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ സിനിമ മിക്കവരും കുറേ പേര് കാണാത്തുണ്ടോ? എനിക്ക് എൻ്റെ അറിവിൽ ഇതൊക്കെ ഈ സിനിമയൊക്കെ കാണാത്തവരുണ്ട് ഇപ്പോഴും. അവരൊക്കെ ചിലപ്പോൾ പറയണ്ട മമ്മൂട്ടിക്ക് റൊമാൻറ്റിക് അങ്ങനെ അറിയില്ല. പക്ഷേ ഈ സിനിമയൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഈ സിനിമയൊക്കെ പണ്ട് കണ്ടതാണ്. ഇപ്പോഴേ എടുത്തു നോക്കിയാൽ ആ ഒരു മമ്മൂട്ടിയുടെ ആ ഒരു ഇതിൽ അതിനകത്ത് ചില സീനൊക്കെ അതിലത്തെ ചില ഡയലോഗുകളുണ്ട്. അതായത് അവൾ നഷ്ടപ്പെടുമെന്ന് വെച്ചിട്ട് പറയുന്ന ചില ഡയലോഗുകളൊക്കെ ഉണ്ട്. അപ്പോഴുള്ള പുള്ളിയുടെ ആ ഒരു ഇത് അങ്ങനെ റൊമാൻറ്റിക് പുള്ളി മോശമായിട്ട് ചെയ്യാ ഏത് സിനിമയിലാണ്ട് പുള്ളിയുടെ റൊമാൻറ്റിക് ഒരു ഇതായിട്ട് തോന്നിയുള്ളൂ? അത് ഏത് സിനിമയിലാണ്? അത് ആ സിനിമയുടെ അല്ല, ആ ഒരു കഥാപാത്രം അങ്ങനെ ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. തോപ്പിൽ ചോപ്പനാ ഏതോ ഒരു സിനിമയിലാണ് കണ്ടാണ്. അത് ഇപ്പോഴൊക്കെ പുള്ളിക്ക് ഒട്ടും പറ്റില്ല റൊമാൻറ്റിക് ഒന്നും. അത് ഒട്ടും പറ്റില്ല. ഇപ്പോഴൊക്കെ പുള്ളി ചെയ്യണം കൂടി ഇല്ല. പക്ഷേ പണ്ട് പുള്ളി ചെയ്ത ചില റൊമാൻറ്റിക് സീൻസ് ഉണ്ട്, അതൊരു കിടിലൻ തന്നെ. അതായത് പുള്ളി വലിയ മോഹൻലാലിൻ്റെ അത്ര ഇതൊന്നുമില്ലെങ്കിലും പെർഫെക്റ്റ് ആയിരിക്കും. അതായത് നല്ലതായിരിക്കും, ഇഷ്ടപ്പെടുന്നു, നമ്മൾ ആസ്വദിച്ച് കണ്ടുപോകും. ഈ സിനിമയിലൊക്കെ കുറേ അതായത് പുള്ളി നല്ല രീതി, അതായത് പുള്ളിക്ക് ശരിക്കും പറ്റണ റോളാണ് പുള്ളി റൊമാൻറ്റിക് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് പുള്ളി പറ്റാത്ത പുള്ളി ചെയ്യാറില്ല. മമ്മൂട്ടി റൊമാൻറ്റിക്. ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അതുപോലെ തന്നെ വേറെ 1-2 സിനിമയൊക്കെ ഉണ്ട്. അയ്യോ, വേറെ പിന്നെ പഴയതാണ്, അതൊരു തമിഴ് സിനിമയാണ്. എനിക്കതിന് പുള്ളി തമിഴിൽ അഭിനയിച്ചതൊക്കെ. ഹലോ, അതെയായിരുന്നു. പുള്ളിയുടെ സിനിമ കാണാത്തുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. പുള്ളി ഈ തമിഴിൽ ചെയ്തേക്കണ സിനിമകളൊക്കെ നല്ലത്. എനിക്കൊന്ന് ഒരുവിധം നല്ല സിനിമകൾ പുള്ളി ചെയ്ത് വെച്ചേക്കണേ അത്യാവശ്യം. അതായത് വെറുതെ കൊണ്ടുപോയി തല വെച്ചിട്ടൊന്നുമില്ല. എനിക്കൊന്ന് ഇപ്പോൾ പുള്ളി തല വെച്ച് കൊടുത്തിട്ടുള്ളതാകെ ഇപ്പോൾ ഏജൻറ്റാ സിനിമയില്ല, അതിനൊക്കെ ഉള്ളൂ അതിപ്പോൾ. പക്ഷെ പണ്ട് പുള്ളി ചെയ്ത് വേറെ ലാംഗ്വേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല സിനിമകളാണ്. പ്രത്യേകിച്ച് ഏതാണ് തളപതി, പിന്നെ അതായത് കണ്ടേ കൊണ്ടേന്ന് പറഞ്ഞ സിനിമ, അതൊക്കെ ഇല്ലേ കിട്ടില്ല പാടാം. അതൊക്കെ മമ്മൂട്ടിയുടെ ജീവിതം. ഇതിപ്പോൾ മമ്മൂട്ടിയുടെ അതൊക്കെ ഈ സിനിമയൊക്കെ ഇനി ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ പിടിക്കുമെന്ന് പോലും അറിഞ്ഞൂടാ. മമ്മൂട്ടി ഉള്ളവരിപ്പോൾ മമ്മൂട്ടി ഫാനൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് മമ്മൂട്ടി ഫാനൊക്കെ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ആവാണെങ്കിൽ തന്നെ അവർ ഈ സിനിമയൊക്കെ കാണും കൂടി ഉണ്ടാവില്ല. ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാം, കിടിലൻ പടങ്ങളാണ്. അപ്പോൾ ബൈ.